بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. فما لك ليس يعمل فيك وعظ ولا زجر كأنك من جمادي ستندم إن رحلت بغير زاد وتشقى إذ يناديك المنادي فلا تأمن لذي الدنيا صلاحا فإن صلاحها عين الفساد ولا تفرح بمال تقتنيه فإنك فيه معكوس المراد وتب مما جنيت وأنت حس
وكن متنبها قبل الرقاد أترضى أن تكون رفيق قوم لهم زاد وأنت بغير زاد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കേണ്ടുന്നതും നിരന്തരം നമ്മുടെ മനസ്സിൽ സജീവമായി നിലനിൽക്കുകയും ചെയ്യേണ്ടുന്ന ഒരു മഹത്തായ കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. ചില വിഡ്ഢികളൊക്കെ മരണത്തിന്റെ ശേഷം അവരുടെ ബോഡി വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ചില പ്രത്യേക ടെക്നോളജികളെ മുൻനിർത്തിക്കൊണ്ട് ചില വലിയ രാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിക്കുന്നു എന്ന് കേൾക്കുന്നു. 150 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മരിച്ചവരുടെയൊക്കെ റൂഹുകൾ വീണ്ടും അവരുടെ ബോഡിയിൽ വരും എന്ന വിശ്വാസപ്രകാരം കേടുകൂടാതെ ഈ ബോഡി സൂക്ഷിക്കുവാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ് ഒരുപാട് വിഡ്ഢികൾ. വാസ്തവത്തിൽ അവരുടെ മിഥ്യാധാരണകളും കേവലം ചില ആഗ്രഹങ്ങളും എന്നതിലപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുത്ത റൂഹുകൾ ഇനി അത് ഖബറിൽ നിന്ന് ഓരോരുത്തരും മഹ്ശറിലേക്ക് പോകുമ്പോഴാണ്, ആ നിലക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവരെത്തുമ്പോഴാണ്, അങ്ങോട്ടാണിനി ആ നിലക്കുള്ള പ്രത്യേകമായ മടക്കം ഉള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഈ ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് മരണം. എന്നിട്ട് പോലും അതിനെ സംബന്ധിച്ചുള്ള ചിന്ത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നുള്ള മരണങ്ങൾ എന്നെയും നിങ്ങളെയും കുറച്ച് സമയത്തേക്കെങ്കിലും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ദിനേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം പൊടുന്നനെയുള്ള മരണവാർത്തകളാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു എന്ന വാർത്തയുമായാണ് ഇന്നലെ പത്രങ്ങൾ പുറത്തിറങ്ങിയത്. കുടുംബത്തിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സംസാരം പൂർത്തിയാക്കാതെ കുഴഞ്ഞു വീണു എന്ന റിപ്പോർട്ട് പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. പ്രായഭേദമില്ല, കൊച്ചനുജനെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ 12-കാരിയായ കുട്ടി ഒരു രോഗവുമില്ലാതിരുന്നിട്ടും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു. റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൽ കുഞ്ഞ് കലശലായി കരഞ്ഞപ്പോൾ കുഞ്ഞിന് പാല് കൊടുത്തു,
10 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞിന് അമ്മ പാല് കൊടുത്തു. ആ പാല് ശ്വാസകോശത്തിൽ കയറി 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് വിമാനത്തിൽ പെടഞ്ഞു മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു. ആസ്പത്രിയിൽ ജോലി ചെയ്യുന്ന 2 നഴ്സുമാർ പതിവുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഷാർജയിലെ അവരുടെ റൂമിൽ വന്ന് കിടന്നുറങ്ങിയതാണ്. 2:30 മണിക്ക് രാത്രിയിൽ ഫോൺ കോൾ വരുന്നു കിസൈസിലെ ഹോസ്പിറ്റലിൽ നിന്ന്. അർജന്റായി അത്യാഹിത വിഭാഗത്തിൽ ഒരു രോഗി എത്തിയിരിക്കുന്നു, നിങ്ങൾ ഉടനെ ഡ്യൂട്ടിക്ക് താമസം വിനാ ഹാജരാവണം. 2:30 മണിക്ക് ഉറങ്ങുന്നിടത്ത് നിന്ന് വിളിച്ചുണർത്തുന്ന ടെലിഫോൺ. 2 നഴ്സുമാരും ആ വിളിക്കുത്തരം ചെയ്ത് കിസൈസിലേക്ക് പുറപ്പെട്ടു. രാത്രി 2:30 മണിക്ക് തന്നെ. പക്ഷേ ഹോസ്പിറ്റലിന് തൊട്ടിപ്പുറത്തുള്ള സിഗ്നലിൽ വെച്ച് ഉണ്ടായ അപകടത്തിൽ കേവലം 1 മണിക്കൂർ പിന്നിട്ട് 3:30 മണി പുലർച്ചെയായപ്പോൾ 2 ആളും മരണപ്പെട്ടു. വാർത്ത നമ്മൾ പത്രത്തിൽ വായിച്ചു. ജോലി തേടി വിദേശത്തെത്തിയതാണ്. തന്റെ കൂട്ടുകാരന്റെ കൂടെ ജോലി അന്വേഷിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകളുമായി ഇറങ്ങിയ സഹോദരൻ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടക്ക് ഉണ്ടായ ആക്സിഡന്റിൽ തൽക്ഷണം മരണപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം വായിച്ച വാർത്തയാണ്. സ്വന്തം പ്രിയതമനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് തന്റെ പ്രിയപ്പെട്ടവൻ ഇതാ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങുന്നു എന്ന വാർത്തയും കേട്ട് പ്രിയതമനെ സ്വീകരിക്കുവാൻ വേണ്ടി ദൂരഭാഗത്ത് നിന്ന് സഹോദരന്റെ കൂടെ കാറിൽ പുറപ്പെട്ട ഒരു സഹോദരി ലക്ഷ്യസ്ഥാനത്തെത്തി പ്രിയതമനെ കാണുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു ആക്സിഡന്റിൽ. എയർപോർട്ടിൽ ഇറങ്ങിയ ഈ പ്രിയപ്പെട്ട ഈ ഭർത്താവ് തന്റെ പ്രിയതമയെ വർഷങ്ങൾക്ക് ശേഷം ഒരു നോക്ക് കാണാൻ കാത്തിരുന്നതിന്റെ പകരമായി കണ്ടത് ചലനമറ്റ മയ്യത്താണ് കാണേണ്ടി വന്നത്. അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു മരിച്ച ഒട്ടേറെ അനുഭവങ്ങൾ. അതുപോലെ ജോലി കഴിഞ്ഞ് ഒരു സഹോദരൻ അല്ലൈനിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജോലി കഴിഞ്ഞ് റൂമിലെത്തിയതാണ്. സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ്. കുളി കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിനിടയിൽ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ നോക്കി ചീകൽ പൂർത്തിയാക്കാനാവാതെ ആ സഹോദരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഗ്രോസറിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സഹോദരൻ നല്ലയിലുള്ള അതേ ദിവസം തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം കടയിൽ പോയി ഇരുന്നതാണ്. ഇരുന്നപ്പോൾ ഒരു നെഞ്ചുവേദന, തൽക്ഷണം അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്. ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ നമ്മുടെ കാതുകളിൽ ദിനേന എന്നോണം എത്തുകയാണ്. നമ്മുടെ പലരുടെയും മരണവാർത്തകൾ ഇനി പലരും കേൾക്കാനിരിക്കുകയാണ്. എന്താണ്, എവിടെയാണ്, എന്താണ് നമ്മുടെ മനോഗതി, എന്താണ് നമ്മുടെ മനസ്ഥിതി? നമ്മൾ ചിന്തിക്കുക. മരണത്തിന് പ്രായഭേദമില്ല, രോഗം വേണമെന്നില്ല. രോഗികളായിട്ടും എത്രയോ ആളുകൾ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ അവർക്ക് എണ്ണപ്പെട്ട ശ്വാസോച്ഛ്വാസങ്ങൾ പ്രയാസപ്പെട്ട് കഴിച്ചുകൊണ്ട് മരണത്തെ കാത്തു കിടക്കുകയാണ്, മരിച്ചിട്ടില്ല. യാതൊരു രോഗമില്ലാത്ത എത്രയോ ആരോഗ്യമുള്ള മനുഷ്യന്മാർ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ നിരവധി അനവധി വാർത്തകൾക്ക് നടുവിൽ ദിനേന നാം ഇങ്ങനെ വായിച്ച് തള്ളുകയാണ്. കേട്ടു മടുത്തിരിക്കുന്നു നമ്മൾ ഈ വാർത്തകൾ. പക്ഷേ ഇത് നമ്മെ ചിന്തിപ്പിക്കണം, എന്നെ ചിന്തിപ്പിക്കണം, നിങ്ങളെ ചിന്തിപ്പിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം ജനങ്ങളെ, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ച് നീക്കുന്ന അൽ മൗത്ത്, മരണം എന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ ജനങ്ങളെ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ, എപ്പോൾ മരിക്കുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ.
പലരുടെയും മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു, അവരെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ പിന്നീട് 1 വർഷമോ 2 വർഷമോ ഒക്കെ തികഞ്ഞ് പിന്നെ എഴുതുമ്പോ പലരും എഴുതുന്നു അകാലത്തിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരൻ എന്ന്. ആ പ്രയോഗം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമികമാണോ? ആ പ്രയോഗം ഇസ്ലാമികമാണോ? ചില മുസ്ലിം എഴുത്തുകാർ വരെ ചിലരുടെ മരണത്തെ ഓർക്കുന്നത് അങ്ങനെയാണ്, അകാലത്തിൽ പൊലിഞ്ഞു പോയത്, അകാലത്തിൽ മരണമടഞ്ഞ നമ്മുടെ സുഹൃത്ത് എന്നൊക്കെ പലരും പറയുന്നു. തെറ്റാണ് ആ പ്രയോഗം. കാരണം ആരാണ് മരണത്തിന് കാലം നിശ്ചയിച്ചത്? ആരാണ് മരണത്തിന് പ്രായം നിശ്ചയിച്ചത്? ഇന്ന പ്രായത്തിലെ മരിക്കൂ എന്ന നിയമമുണ്ടെങ്കിൽ അല്ലേ ആ പ്രായവും ആ കാലവും എത്തുന്നതിന്റെ മുമ്പേ അകാലത്ത് മരിച്ചു എന്ന് പറയാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രയോഗം മുസ്ലിം പറയാൻ പാടില്ല, എഴുതാനും പാടില്ല. ആ പ്രയോഗം തെറ്റാണ്. അകാലത്തിൽ ചരമമടഞ്ഞു, അകാല ചരമം പ്രാപിച്ചു, അകാലത്തിൽ മരണമടഞ്ഞു എന്നൊന്നും പറയാൻ പാടില്ല. കാരണം അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്. ഓരോ റൂഹിനും അള്ളാഹു നിശ്ചയിച്ച ഓരോ സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും ഓരോ ശരീരവും ഓരോ ദേഹവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. ആ സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പനേരത്തേക്ക് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നു, അയാൾ ആ സ്ഥലത്തേക്ക് എത്തരുതായിരുന്നു, അയാൾ അങ്ങോട്ട് അപ്പോൾ പുറപ്പെടരുതായിരുന്നു, അയാൾ അങ്ങോട്ട് എന്തിനു വന്നു, എന്തിനയാൾ ആ സമയത്ത് പോകരുതായിരുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏത് എന്ന് അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. വമാ തദ്രീ നഫ്സുൻ, ഒരാത്മാവിനും അറിഞ്ഞുകൂടല്ലോ, ഒരു ശരീരത്തിനും അറിഞ്ഞുകൂടല്ലോ, ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് മണ്ണിലാണത് മരിച്ചു വീഴുന്നത്, ഏത് മണ്ണിലാണ് മരിച്ചു വീഴുന്നത് എന്ന് ഒരാൾക്കും അറിയില്ലല്ലോ. അയാൾ അങ്ങോട്ട് പോയിട്ടല്ലേ അപകടമുണ്ടായത് എന്ന് പറയാനേ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗതു, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ട കൊത്തളങ്ങളിൽ ഭദ്രമായി നിങ്ങൾ അടച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് സൂറത്തുൻ നിസായിലെ 78-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉഹദ് യുദ്ധത്തിലും അതുപോലെയുള്ള യുദ്ധങ്ങളിലുമൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ യുദ്ധത്തിന് പോയിട്ട് പലർക്കും അപകടം പറ്റുകയും പലരും ഷഹീദുകളാവുകയും ചെയ്തപ്പോ ഈ യുദ്ധത്തിനൊന്നും പോകാതെ അലസന്മാരായി വീട്ടിൽ കൂടി അവിടെ തന്നെ കഴിഞ്ഞ് ചടഞ്ഞുകൂടിയിരുന്ന മുനാഫിഖീങ്ങള് ഇവരുടെ മരണവാർത്ത കേട്ടപ്പോ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. കണ്ടോ, മുഹമ്മദിന്റെ കൂടെ പുറപ്പെട്ടു പോയിട്ടല്ലേ അവരൊക്കെ മരിച്ചു വീണത്, ഞങ്ങൾക്കിതൊക്കെ പണ്ടേ അറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ തടി കാത്തതാണ്, അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ മുഹമ്മദിന്റെ കൂടെ പോകാതിരുന്നതും എന്നൊക്കെ യുദ്ധത്തിന് പോയിട്ട് ഷഹീദുകളായ ആളുകളുടെ അപകടത്തെ പറ്റി, യുദ്ധത്തിനൊന്നും പോകാതെ വീട്ടിൽ സുഖിയന്മാരായി കഴിച്ചുകൂട്ടിയ മുനാഫിഖീങ്ങൾ കുത്തുവാക്ക് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിലെ 154-ാമത്തെ ആയത്തിലൂടെ മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ലൗ കുന്തും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, ഓ മുനാഫിഖീങ്ങളെ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയ സഹാബിമാരെ കുറിച്ച് നിങ്ങൾ അവർ മരിച്ചതിന്റെ പേരിൽ നിങ്ങൾ കൊത്തുവാക്ക് പറയുകയാണോ? എന്നാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അല്ലാഹ് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ അവസാനം വിധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മണ്ണിലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ റൂഹ് പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ
നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ അറാദല്ലാഹു ഖബ്ള അബ്ദിൻ ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജാ. അള്ളാഹു ഒരടിമയുടെ റൂഹ് ഏത് ഭൂമിയിൽ വെച്ചാണ് പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ജഅല ലഹു, ആ മനുഷ്യന് അള്ളാഹ് നിശ്ചയിച്ചു കൊടുക്കുന്നതാണ് ഇലൈഹാ, അവൻ എവിടെയാണോ മരിച്ചു വീഴേണ്ട സ്ഥലം അള്ളാഹ് കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അങ്ങോട്ട് അള്ളാഹ് അവന് ഹാജത്തൻ, ഒരു ആവശ്യം അപ്പോൾ അങ്ങ് നിശ്ചയിച്ചു കൊടുക്കും. അവിടെ എത്തും, അവിടെ തന്നെ മരിക്കും. കണ്ടിട്ടില്ല എത്രയോ ആളുകൾ ഒരുപാട് കൊല്ലം അവർ നാട്ടിൽ കഴിഞ്ഞവരാണ്, ഗൾഫ് എന്താണെന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കയാണ് ചിലപ്പോ അവർ വരുന്നു. അങ്ങനെ യഥാ മനുഷ്യനുള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് ഗൾഫിലേക്ക് എത്തിയിട്ട് 2-3 ഒക്കെ ദിവസം കഴിയുമ്പോഴേക്ക് ആക്സിഡന്റിലോ അല്ലാതെയോ ഒക്കെ മരണപ്പെടുന്നു. മരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ? അതെ, ശരിയാണ്. അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തിൽ പിറന്നവനാണെങ്കിലും എവിടെയാണ് മരിച്ചു വീഴേണ്ടത് അതിന് അള്ളാഹ്ക്കൊരു നിശ്ചയമുണ്ട്. അങ്ങനെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ആ സ്പോട്ടിലേക്ക് മനുഷ്യന് ആ സമയം വരുമ്പോ അള്ളാഹ് ഒരു കാരണം അങ്ങ് നിശ്ചയിക്കുന്നു. ആ കാരണം അങ്ങ് അവന്റെ മനസ്സിൽ തോന്നുമ്പോ അവൻ അങ്ങോട്ട് ഉടനെ പുറപ്പെടുന്നു. എവിടെ വെച്ച് റൂഹ് പിടിക്കണം എന്ന് തീരുമാനം ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോകും, അവിടേക്കാണ് പോകും. വിമാനം കയറി പോണോ എങ്കിൽ വിമാനം കയറി പോകും, കാറിന് പോകണോ എങ്കിൽ കാറിൽ കയറി പോകും. എവിടെ വെച്ച് പിടിക്കാനാ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖബ്ല അബ്ദിൻ ബിഅർദിൻ, ഒരടിമയുടെ റൂഹ് ഏത് മണ്ണിൽ വെച്ച് പിടിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജത്തൻ, അവിടേക്ക് പോകാൻ ഒരു ആവശ്യം അവന്റെ മനസ്സിലങ്ങ് തോന്നിപ്പിക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലായിരിക്കുന്നത്? എവിടെ വെച്ച് മരിക്കുമെന്നാണ്, എങ്ങനെ മരിക്കുമെന്നാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വരണമെന്നാണ് പറയുന്നത്. നമ്മൾ രാവിലെ കുളിക്കുന്ന നേരത്ത് നമ്മളതാ ശരിക്ക് സോപ്പ് തേച്ച് വളരെ കൃത്യമായി ശരീരത്തിലെ അഴുക്കൊക്കെ നീക്കി കുളിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ദിവസവും ഒരു ചിന്ത വരേണ്ടതുണ്ട്. ഇന്ന് എന്റെ ശരീരം ഞാനാണ് സോപ്പ് തേച്ച് കഴുകിയത്. അല്ലാഹ്, ഈ ബോഡി ആർക്കും കാണാൻ കഴിയാത്ത നിലക്ക് സ്വകാര്യമായി ഞാൻ മറച്ചു നടക്കുന്ന എന്റെ പല ഭാഗങ്ങളും മറ്റു പലരും കണ്ടുകൊണ്ട് ഇത് കഴുകാൻ ഇനിയതാ എന്റെ അവസാനത്തെ കുളിയായിരിക്കുമോ ഞാൻ കുളിക്കുന്നത് എന്ന് ബാത്റൂമിൽ വെച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു ദിവസം അങ്ങനെ സംഭവിക്കില്ലേ? നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരിക്കൽ കുളിപ്പിച്ച് അതൊരവസാനത്തെ കുളിപ്പിക്കലാവില്ലേ? പിന്നെ മറ്റു മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തിയല്ലേ പിന്നെ കുളിപ്പിക്കുന്നത്? ചിന്തിക്കേണ്ടതാണ്. രാവിലെയും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നാം വസ്ത്രങ്ങളൊക്കെ എടുത്തണിയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ, ഈ ശരീരത്തിലേക്ക് ഞാൻ ധരിച്ചിട്ടുള്ള ഈ വസ്ത്രം എനിക്ക് തന്നെ ഊരിയെടുക്കാൻ കഴിയുമോ അല്ലാഹ്? അതോ എന്റെ ജനാസ വെളുത്ത തുണി കൊണ്ട് മൂടാൻ വേണ്ടി, എന്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യനായിരിക്കുമോ? എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ അടിവസ്ത്രമടക്കം ഇനി ഊരിയെടുക്കുന്നത് ഞാനാകുമോ അതോ മറ്റു വല്ലവരുമാകുമോ എന്ന ചിന്ത നമുക്ക് വസ്ത്രം ധരിക്കുന്ന നേരത്ത് വരേണ്ടതല്ലേ? കുളിക്കുന്ന നേരത്ത് വരേണ്ടതല്ലേ? ഇങ്ങനെ ഏതവസരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്ത വരേണ്ടതില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചിലപ്പോ ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് നിങ്ങളെ മരണം പറഞ്ഞു പേടിപ്പിക്കുന്നത്? മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മനുഷ്യന് മനോരോഗം വരില്ലേ? മനുഷ്യൻ മാനസിക രോഗിയായി പോവില്ലേ? അതുകൊണ്ട് കിട്ടുന്ന ജീവിതത്തിൽ ധാരാളം ചിരിക്കുകയല്ലേ വേണ്ടത് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കണം. വാസ്തവത്തിൽ സഹോദരന്മാരെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കണമല്ലോ എന്ന് ചിന്തിച്ച് പേടിച്ച് നിഷ്ക്രിയനായി ഇരിക്കലാണോ? അങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കണമെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുനിയാവും വേണ്ടതുണ്ട്, ആഖിറവും വേണ്ടതുണ്ട്. പക്ഷേ ദുനിയാവിന് വേണ്ടി പണിയെടുത്തിട്ട് മരിച്ചു പോകണം എന്ന ചിന്തയില്ലാതെയായി പോകരുത്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ ജനങ്ങളെ, ദിക്റ ഹാദിബിൽ ലസ്സാത്തി അൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം. മരണചിന്ത അധികരിപ്പിച്ച് ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ ഇനി ഞാൻ എന്തിന് ജോലി ചെയ്യണം, മരിക്കേണ്ടതല്ലേ, ഞാൻ എന്തിന് അധ്വാനിക്കണം, മരിക്കേണ്ടതല്ലേ, അങ്ങനെ ചിന്തിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയില്ല എന്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണം, വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, നീ ഞങ്ങളെ പരലോകത്തും നന്മ തരണം, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദുന്യാവും വേണം, ആഖിറവും വേണം. ദുന്യാവിന് വേണ്ടി പണിയെടുക്കണം. കാരണം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും അതാ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ എല്ലാ കച്ചവടങ്ങളെയും ജോലികളെയും ഒക്കെ നിർത്തിവെച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിങ്ങൾ ജുമഅക്ക് പോകണം എന്ന് ഖുർആൻ പറഞ്ഞിടത്ത് പോലും എന്താ ഖുർആൻ പറയുന്നത്? പള്ളിയിൽ തന്നെ ഇരിക്കണം, മരണത്തെ ഓർത്തങ്ങനെ അവിടെ തന്നെ കഴിയണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഫഇദാ ഖുദിയത്തിസ് സ്വലാ ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. ആയത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോ, മരിക്കണല്ലോ എന്ന ചിന്ത കൊണ്ട് മനുഷ്യൻ നിഷ്ക്രിയനായിരിക്കണം എന്നല്ല പഠിപ്പിച്ചിട്ടില്ല. ഈ മരണചിന്തക്ക് അധികരിച്ച മാനസിക രോഗിയാവില്ലേ, പേടിയാവില്ലേ? പിന്നെ മനുഷ്യൻ അധ്വാനിക്കുമോ, ജോലി ചെയ്യുമോ, വ്യവസായങ്ങൾ നടക്കുമോ, കച്ചവടം നടക്കുമോ, പഠിക്കുന്ന വിദ്യാർത്ഥി പിന്നെ പഠിക്കുമോ, പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിപ്പിക്കുമോ, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കൾക്ക് ഒരു ആനന്ദം കിട്ടുമോ? മരണം മരണം എന്നിങ്ങനെ ചിന്തിച്ചാൽ അതിനാരാ അങ്ങനെ പറഞ്ഞത്? അതാണ് ഇസ്ലാം പറയുന്നത്. നീ നിന്റെ ഇബാദത്തുകൾ കഴിഞ്ഞാലും നീ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ജുമഅയെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറയുന്നു, ജുമഅ നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങിക്കോളൂ, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ. അപ്പൊ അധ്വാനിക്കാനായി ഇസ്ലാം പറയുന്നത്. അധ്വാനിക്കണം, പണിയെടുക്കണം. ഏതുപോലെ പണിയെടുക്കണം? നീ ദുന്യാവിന് വേണ്ടി പണിയെടുക്കുമ്പോ ഏത് ചിന്ത വേണം? എന്നെന്നും ഞാനിവിടെ ഉണ്ടാകും എന്നതുപോലെ ദുന്യാവിന് പണിയെടുത്തോ. അതേ അവസരത്തിൽ വഅമല്ലി ആഖിറതിക, ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്കുമ്പോ നീ എന്ത് ചിന്തിക്കണം? കഅന്നക തമൂതു ഗദാ, നാളെ തന്നെ നീ മരിച്ചു പോകും, ഉടനെ തന്നെ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന നിലക്ക് വേണം ആഖിറത്തിന് പണിയെടുക്കാൻ. ദുന്യാവിന് പണിയെടുക്കുമ്പോഴോ ഞാൻ ഇവിടെ എന്നും ഉണ്ടാകും എന്ന നിലക്ക്. അവ രണ്ടും വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ മുന്നെന്താ മരണചിന്ത എന്ന് പറഞ്ഞാൽ? പിന്നെ എന്താണ് ഈ മരണചിന്ത അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം? മരണചിന്ത അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഞാൻ കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കണം എന്ത്? എനിക്ക് മരിക്കണം എന്ന് വെറുതെ ചിന്തിച്ചാൽ മതിയോ? ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നീണ്ടു നിവർന്ന് കിടന്നു കൊടുക്കലാണോ? അതല്ല. മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ മരണാനന്തരം നീ പോകുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് എടുക്കുന്ന നാണയമുണ്ട്, എടുക്കാത്ത നാണയമുണ്ട്. എവിടേക്കാണോ യാത്ര പോകേണ്ടത് ആ നാട്ടിൽ സ്വീകരിക്കപ്പെടുന്ന നാണയം കറൻസി കൊണ്ടുപോയാലേ നിന്റെ കാര്യം നടക്കൂ. നീ പോകേണ്ടത് പരലോക ഭവനത്തിലേക്കാണ്. പരലോക ഭവനത്തിൽ എടുക്കുന്ന ഒരു നാണയമുണ്ട്, അവിടെ എടുക്കുന്ന ഒരു കറൻസിയുണ്ട്. അതെന്താണ്? മക്കളെ കൊണ്ടാണോ, സമ്പത്ത് കൊണ്ടാണോ? അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ സമ്പത്തോ സന്താനങ്ങളോ അല്ല ഉപകരിക്കുന്നത്. അവിടെ ഉപകരിക്കുന്നത് ആർക്ക് അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിഞ്ഞോ, ആർക്ക് മഹ്ശറിൽ അള്ളാന്റെ അടുക്കലേക്ക് എത്താൻ കഴിഞ്ഞോ, എന്തും കൊണ്ട്? ബിഖൽബിൻ സലീം, ഒരു കേടുമില്ലാത്ത ഖൽബ് കൊണ്ട്.
സുരക്ഷിതമായ ഖൽബ് കൊണ്ട് ആ ഹൃദയത്തിൽ ശിർക്കില്ല, ആ ഹൃദയത്തിൽ കുഫറില്ല, ആ ഹൃദയത്തിൽ അഹങ്കാരമില്ല, ആ ഹൃദയത്തിൽ അസൂയയില്ല, ആ ഹൃദയത്തിൽ താൻ പോരിമയില്ല, ആ ഹൃദയത്തിൽ പിശുക്കില്ല, ആ ഹൃദയത്തിൽ കാപട്യമില്ല, ഇഖ്ലാസുള്ള തൗഹീദുള്ള അതുപോലെ തന്നെ ഈമാനികമായ ആവേശം കൊണ്ട് പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഖൽബുമായിട്ട് അള്ളാന്റെ അടുക്കലേക്ക് ഏതൊരു സ്ത്രീക്കും പുരുഷനും എത്താൻ കഴിഞ്ഞോ അവനാണ് അന്ന് വിജയിക്കുന്നവൻ. അതാണ് മരണചിന്ത കൊണ്ടുള്ള നേട്ടം. മരണചിന്തയെ സംബന്ധിച്ച് അത് ധാരാളമായിട്ട് ഒരാളിൽ ഉണ്ടെങ്കിൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്താ പറയുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ ചോദിക്കുകയാണ്. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, ഓ നബിയേ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാനും തന്റെ ഇടമുള്ള മനുഷ്യനും ആരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത്. ആ അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അക്സറുഹും ദിക്റൻ ലിൽ മൗതി, മനുഷ്യരുടെ കൂട്ടത്തിൽ മരണത്തെ ധാരാളമായി ഓർക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. വെറുതെ ഓർത്ത് വിഷമിക്കുക മാത്രമല്ല, വാക്സറുഹും ഇസ്തിഅദാദാ, ആ മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്ന മനുഷ്യരാരൊക്കെയുണ്ടോ, അതാണായാലും പെണ്ണായാലും, മരിക്കണമല്ലോ അല്ലാഹ് എന്ന ചിന്ത അവന്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ട ഒരുക്കം അവൻ ചെയ്യുന്നു. ഉടനെ തന്നെ പോകണം എന്നതാണെങ്കിൽ എന്റെ കയ്യിൽ എന്താണുള്ളത്? യാത്ര പോകുമ്പോ കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലെന്ന നിലക്ക് ഞാൻ എന്താ ചെയ്തത്? ഈ നിലക്കുള്ള ബോധം അവനിൽ ഉണ്ടെങ്കിൽ ഉലൈകൽ അഖിയാസ്, അവരാണ് ശരിയായ ബുദ്ധിമാന്മാർ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്താണ് ഈ മരണചിന്ത നമ്മളിൽ വരുത്തേണ്ടുന്ന മാറ്റം? എന്താണ്? ഒരാളുടെ ജീവിതത്തിൽ മരണചിന്ത ഉണ്ടെങ്കിൽ അവനിൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് കാര്യം ഉരുത്തിരിച്ച് ഗ്രഹിച്ച പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ അക്സറ മിൻ ദിക്രിൽ മൗതി, മരണചിന്ത ഒരാള് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ പരിശീലിക്കേണ്ടുന്ന ഒരു കാര്യമായി പറയുന്നത്, എല്ലാ ദിവസവും നമ്മളൊന്നും മരണത്തെ പറ്റി ഓർക്കണം. ഓർക്കാനുള്ള എത്ര സംവിധാനങ്ങളാ അല്ലാഹ് ഒരുക്കി തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടല്ലേ. അതാ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് മരണവും പരലോകവും ഓർക്കാതെ നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? രാവിലെ ഉണരുമ്പോ അത് ഓർക്കാതെ ഉണരാൻ കഴിയുമോ? ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ, പറയുന്നത് പ്രവർത്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ ഉറങ്ങാൻ പോകുന്ന ഒരുക്കപ്പാട് പോലും എത്രയോ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ളതല്ലേ. ഉറങ്ങാൻ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നീ ഒരു മരിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു പോക്ക്. മരണത്തിന് ജനാസ കൊണ്ടുപോകുമ്പോ നിന്നെ ശുദ്ധിയാക്കിയിട്ടാ കൊണ്ടുപോകുന്നത്. ഇതേപോലെ നീ ഉറങ്ങാൻ പോകുമ്പോ സമ്പൂർണമായിട്ട് വുളുവെടുത്തിട്ട് പോണം ഉറങ്ങാൻ. സമ്പൂർണമായി വുളുവെടുത്തിട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അങ്ങനെ കിടന്ന് അതാ വലത്തെ കവിളിയെ വലത് കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലതു ഭാഗം ചെരിഞ്ഞു കിടക്കുമ്പോ നമ്മൾ പറയുന്നു, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ ജനിക്കുന്നതും മരിക്കുന്നതും. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടാണ്, നിന്റെ നാമത്തിലാണ്. ഞാൻ മരിക്കുന്നതും നീ മുഖേനയാണ്, നീ തീരുമാനിക്കുമ്പോഴാണ്. കണ്ടോ, മരണത്തെ ഓർക്കാതെ കിടക്കാൻ കഴിയുന്നുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, മരണം, ഈ ഉറക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ മരണമെന്നല്ലേ ഖുർആൻ പറയുന്നത്. നമ്മുടെ ആത്മാവിനെ അല്ലാഹു ഉറങ്ങുന്ന സമയത്തും പിടിച്ചെടുക്കുന്നുണ്ട്, മരിക്കുന്ന നേരത്തും പിടിച്ചെടുക്കുന്നുണ്ട്. രണ്ട് നേരത്ത് നമ്മുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ മരണം വിധിച്ചാൽ പിന്നെ ആത്മാവ് തിരിച്ചു തരില്ല. മരണം തീരുമാനിച്ചിട്ടില്ലാത്ത മനുഷ്യനാണെങ്കിൽ ആത്മാവ് തിരിച്ചു തരും. അപ്പോഴാ നമ്മൾ വീണ്ടും ഉണരുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ
ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗതു വയുർസിലൽ ഉഖ്റാ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? അല്ലാഹു ആത്മാവുകളെ പിടിച്ചെടുക്കുന്നു ഹീന മൗതിഹാ, മരിക്കുന്ന നേരത്ത്. മരണനേരത്ത് എന്റെയും നിങ്ങളുടെയും ഒക്കെ റൂഹ് അല്ലാഹു പിടിച്ചെടുക്കുന്നു, സംശയമില്ല. അതേ അവസരത്തിൽ വല്ലതീലം തമുത് ഫീ മനാമിഹാ, ഉറക്കത്തിന്റെ അവസരത്തിലും അള്ളാഹു റൂഹ് പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോ അള്ളാഹു റൂഹ് പിടിക്കുന്നുണ്ട്. ആ റൂഹിനെ പിന്നെ അള്ളാഹു മരണം വിധിച്ചവരാണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കുന്നു. അതേ അവസരത്തിൽ മരിക്കാൻ സമയമായിട്ടില്ലെങ്കിൽ വയുർസിലുൽ ഉഖ്റാ, മറ്റേ ആളുകൾക്ക് അള്ളാഹു അതങ്ങ് തിരിച്ചു തരുന്നു. അപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാ എത്രയോ ആളുകളില്ലേ കുടുംബത്തോടൊന്നിച്ചിരുന്ന് കൂട്ടുകാരോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോയതാണ്, ഉറങ്ങാൻ കിടന്നതാണ്. സമയത്ത് ഉണരുന്നില്ലെന്ന് കണ്ടപ്പോ പോയി മുട്ടി വിളിച്ചു നോക്കുമ്പോ, പോയി കുലുക്കി വിളിച്ചപ്പോ കിടക്കുന്ന ബെഡടക്കം കുലുങ്ങിയതല്ലാതെ ഉണർന്നെഴുന്നേറ്റിട്ടില്ലാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയില്ലേ. അപ്പൊ മരണം ഉറക്കങ്ങനെയാണ്. ആ ചിന്ത എനിക്കും നിങ്ങൾക്കും വരാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോ അത് വരണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അതിനനുയോജ്യമായ ദുആയല്ലേ ആ സമയത്ത് നബി തിരുമേനി പഠിപ്പിച്ചു തന്നതും. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയുന്നു, ബിസ്മിക റബ്ബി വബഅതു ജംബി വബിക അർഫഉഹു ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹാ ഫഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ. ഞാനും നിങ്ങളുമൊക്കെ പറയാറുണ്ടോ? ചിന്തിച്ചു നോക്കണം. നമ്മൾ പറയാറുണ്ടോ? പറയാറില്ലെങ്കിൽ എന്തുകൊണ്ട്? എനിക്കറിയില്ല എന്നല്ലേ മറുപടി. എന്തെല്ലാം വേണ്ടാത്തത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പലതും നമ്മുടെ തലയിലുണ്ട്. വേണ്ടാത്ത പലതിലും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പലതും നമ്മൾ മനഃപ്പാഠമാക്കുന്നുണ്ട്. പക്ഷേ വേണ്ടതൊന്നും പഠിച്ചിട്ടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, നീ വലതുഭാഗത്ത് ചെരിഞ്ഞു കിടന്നിട്ട് പറയണം, ബിസ്മിക റബ്ബി വദഅതു ജംബി. അല്ലാഹുവേ, എന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തെ ഇതാ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ബദ്ദിൽ നിന്ന് ഞാൻ അതിനെ ഉയർത്തുക എങ്ങനെയാണ്? എന്റെ നാഥന്റെ തൗഫീഖ് കിട്ടിയെങ്കിലാണ്. വബിക അർഫഉഹു, അല്ലാഹ് നിന്റെ തൗഫീഖ് കിട്ടിയെങ്കിലേ ഇനി ഈ കിടന്നേടത്ത് നിന്ന് ഞാൻ അങ്ങ് ഉയരുകയുള്ളൂ. ഇനി എന്താ നമ്മൾ അള്ളാഹിനോട് പറയുന്നത്? ഫഇൻ അംസക്ത നഫ്സി, എന്റെ ആത്മാവിനെ എങ്ങാനും ഈ ഉറക്കത്തിൽ നീ അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ, നീ അതിനോട് കരുണ ചെയ്യണേ അല്ലാ. ഇനി അതല്ല, ഈ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഉണരാൻ ഇനിയും നീ തൗഫീഖ് തന്നിട്ട് ആത്മാവിനെ നീ എന്നിലേക്ക് തന്നെ അയച്ചു വിടുന്നുണ്ടെങ്കിൽ ഫഇൻ അർസൽതഹാ, നീ അതിനെ തിരിച്ചയച്ചു തരുന്നുണ്ടെങ്കിൽ ഫഹ്ഫദ്ഹാ, നീ അതിനെ കാത്തുകൊള്ളണേ. ഏതുപോലെ? ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളെ നീ എങ്ങനെ കാത്തു രക്ഷിക്കുന്നുവോ അതുപോലെ എന്നെയും നീ കാക്കണേ, എന്നെയും നീ സംരക്ഷിക്കണേ എന്നും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ മരിക്കേണ്ട എല്ലാ ഒരുക്കമായി, മരണത്തിലേക്ക് വേണ്ട എല്ലാ ഒരുക്കവും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ഇനി വരുന്നത്. അതാ എന്റെ എല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവസാനം പറയുന്നു, ആമൻതു ബികിതാബികല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ചു തന്ന നിന്റെ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ചു തന്നിട്ടുള്ള നിന്റെ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് അവസാനമായി ഒരു മുഅ്മിൻ അവന്റെ ഒരു ദിവസത്തിന്റെ അവസാനം പറയേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയരുത്. ഈ വാചകം നാവ് കൊണ്ട് പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയരുത്. ആ നിലക്ക് ഇത് അവസാനത്തെ വാചകമായിട്ടാണ് നീ ഉറങ്ങാൻ കിടന്നതെങ്കിൽ, ആ ഉറക്കിലെങ്ങാനും നീ അങ്ങ് മരിച്ചുപോയാൽ നീ ശുദ്ധമായ മരണം തന്നെ മരിച്ചിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങനെ നടക്കുന്നില്ലേ? ഓരോരുത്തരും ഒന്ന് ചോദിച്ചേ,
എത്ര തവണ ഞാനൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണോ ഉറങ്ങാറ്? ഞാൻ ഇങ്ങനെ തന്നെയാണോ ഉറങ്ങാറുള്ളത്? ഒന്ന് സ്വന്തത്തോട് ചോദിക്കൂ. ഉറങ്ങാൻ പോകുന്ന നേരത്ത് അതാ മരണത്തെ കുറിച്ച് ശരിക്കും ഓർമ്മപ്പെടുത്തുന്ന ദിക്റാണ് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അതാ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത്? ഇതേ ചിന്ത വരുന്നു. എന്താണ് രാവിലെ ബെഡിൽ നിന്നാണ്ട് ഉയരുമ്പോ പറയുന്നത്? അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്താ അവിടെ ഒരു പ്രത്യേക സ്തുതി പറഞ്ഞത്? എന്തേ ഇപ്പൊ അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞത്? അല്ലദീ അഹ്യാനാ. നോക്കൂ നിങ്ങൾ, എങ്ങനത്തെ അള്ളയാണ്? ഞങ്ങളെ അവൻ ജീവിപ്പിച്ചല്ലോ. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം. ഏതാണ് ഈ മരണം? ഉറക്ക്. ഞങ്ങളെ ഒരു ചെറിയ നിലക്കുള്ള ഒരു മരിപ്പിച്ചതിന്റെ ശേഷം വീണ്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകിയത് അള്ളയാണല്ലോ. അതല്ലേ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്? അല്ലാ, ഇനി നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് ഞാൻ ഈ ബെഡിൽ നിന്ന് ഉയരുക, ഈ ബോഡിയെ ഞാൻ ഉയർത്തുക, ഇനി നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് എന്ന് തലേന്ന് രാത്രി ഉറങ്ങുന്നതിന്റെ അവസാനം പറഞ്ഞല്ലോ. അതേ നന്ദി പ്രകടനം രാവിലെ പറയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് അഥവാ ഞങ്ങളെ ഒരു നിലക്ക് മരിപ്പിച്ച് കിടത്തിയതിന്റെ ശേഷം, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് ഹയാത്തിട്ട് തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവന്റെ അടുക്കലേക്കാണല്ലോ മടങ്ങി ചെല്ലേണ്ടത്. ഇതും പറഞ്ഞ രാവിലെ എഴുന്നേൽക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും മരണചിന്ത, പരലോക ചിന്ത. ഉറങ്ങാൻ കിടക്കുമ്പോഴും മരണചിന്ത, പരലോക ചിന്ത. ഇതിന്റെ ഇടക്കുള്ള ജീവിതത്തിൽ മനുഷ്യൻ ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ട് മരണചിന്ത വരാൻ പലപ്പോഴും പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിച്ചോളൂ, ദിക്റ ഹാദിമിൽ ലസാത്തിൽ മൗത്ത്, സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് ഓർത്തോളൂ. അങ്ങനെ ഓർത്താൽ എന്താ ഗുണം? അങ്ങനെ ഓർത്താൽ എന്താണ് ഗുണം? ഓർത്താ മനുഷ്യൻ മനോരോഗിയാകുമോ? ഭ്രാന്തനായി പോകുമോ? ഭക്ഷണം കഴിക്കാനാകുമോ? അതൊന്നുമല്ല. മരണചിന്ത ഒരാളിൽ അധികരിച്ചു കഴിഞ്ഞാൽ ഉക്രിമ ബിസലാസതി അശ്യാ, 3 ഗുണങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടാകണം. ആ 3 ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടോ? ചിന്തിച്ചോളൂ. ഒന്നാമത്തെ ഗുണം എന്താണ്? തഅ്ജീലു തൗബതി, തൗബയവൻ വളരെ പെട്ടെന്ന് നിർവഹിക്കും. ഒരാൾക്ക് മരണചിന്തയുണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം, അയാൾ തൗബ നീട്ടിയിടില്ല. കാരണം എപ്പോഴാ മരിക്കാന്നറിയില്ല. ചില ആളുകൾ എന്താ ചിന്തിക്കുന്നത്? തൗബയല്ലേ, അതൊക്കെ പിന്നെ ചെയ്യാ. ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. പ്രവാസ ലോകത്തേക്ക് വന്നത് ഹക്കും ബാത്തിലും നോക്കാനല്ല. അങ്ങനെ ദീന് നോക്കാനാണെങ്കിൽ നാട്ടിൽ നിന്നാ പോരെ. ഇവിടെ വന്നത് 4 കാശുണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ഹക്കും ബാത്തിലും നേരും നെറിയൊന്നും നോക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇപ്പൊ അങ്ങ് സമ്പാദിക്കുക തന്നെ. പിന്നെ എന്താ സംഗതി? ഒരു ഹജ്ജുണ്ടല്ലോ. ആ ഹജ്ജിന് പോയിട്ട് എല്ലാം അങ്ങ് ശരിയാക്കിയാൽ പെറ്റുമ്മ പ്രസവിച്ച 1-ാം തീയതി പോലെ ക്ലീനാണല്ലോ കൽബ്. എന്നിട്ട് നമുക്ക് നാട്ടിലേക്ക് അങ്ങ് പോവുകയും ചെയ്യാം. എന്നിട്ട് ശിഷ്ടജീവിതം അവിടെ അങ്ങ് കൂടുകയും ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ വിഡ്ഢികൾ പ്രവാസികളുടെ കൂട്ടത്തിലുണ്ട്. തമാശയിലെങ്കിലും അത് പറയുന്ന പോയത്തക്കാരുമുണ്ട്. ചിന്തിക്കണം, എത്ര ഗൗരവമാണ് ആ പറയുന്നത്, എത്ര ഗൗരവമാണ് ആ പറയുന്നത്. ഇവനെന്ത് ഉറപ്പാണുള്ളത്? ഇവന് അടുത്ത ഹജ്ജ് വരെ ജീവിക്കുവോ? അല്ലെങ്കിൽ അടുത്ത റമളാൻ വരട്ടെ, അല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച തൗബ ചെയ്യാ, അല്ലെങ്കിൽ വരുന്ന റമളാനിന് തൗബ ചെയ്യാ. ആരാണ് ഈ അവസരം വരെ നീട്ടിയിടാൻ ഗ്യാരണ്ടി കൊടുത്തത്? അതുകൊണ്ട് മരിക്കണമല്ലോ എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ മരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ഈ സംസാരം പൂർത്തിയാക്കാനാകുമോ? നിങ്ങൾക്ക് ഈ നമ്മുടെ വീടുകളിലേക്ക് എത്താൻ കഴിയുമോ? ആർക്കാണ് ഒരു ഗ്യാരണ്ടി ഉള്ളത്? ഏത് പ്രായക്കാർക്കാണ് ഗ്യാരണ്ടി ഉള്ളത്? ഏത് നാട്ടുകാർക്കാണ് ഗ്യാരണ്ടി ഉള്ളത്? ഏത് ആരോഗ്യമുള്ളവർക്കാണ് ഗ്യാരണ്ടി ഉള്ളത്? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മിൽ മരണചിന്തയുണ്ടെങ്കിൽ ഒന്നാമത് വേണ്ടത് ഉടനെ തൗബ ചെയ്തോളണം. ആ ചിന്ത നമ്മിൽ ഉണ്ടെങ്കിൽ ഉടനെ തൗബ ചെയ്യും. കാരണം എന്താ? എപ്പോഴും തൗബ, എപ്പോഴും മനസ്സിനെ ക്ലീൻ ആക്കുക. കാരണം അള്ളാന്റെ അടുക്കൽ മഗ്ഫിറത്ത് കിട്ടണമെങ്കിൽ അള്ളാഹിനോടത് പറഞ്ഞേ പറ്റൂ, അള്ളാഹുവിനോടത് പറഞ്ഞേ പറ്റൂ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മനുഷ്യർക്ക് എന്തെല്ലാം സംഭവിക്കും, അത് അള്ളാഹിനോട് ഇങ്ങനെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കൂ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണേ. കാരണം ഇന്നീ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട്. ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസത്തിൽ 100 തവണയെങ്കിലും ഞാൻ തൗബ ചെയ്യാത്ത ദിവസമില്ല. ആരാ പറയുന്നത് നോക്കണം. പാപത്തിന്റെ കറപുരളാത്ത നിർമ്മല ഹൃദയത്തിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് പലപ്പോഴും ഞങ്ങളൊരു 100 തവണയെങ്കിലും അവിടുത്തെ തിരുനാവിൽ നിന്ന് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ, റബ്ബേ എന്നോട് പൊറുക്കണേ, എന്റെ തൗബ സ്വീകരിക്കണേ, നീ എല്ലാവരുടെയും തൗബ സ്വീകരിക്കുന്നവനാണല്ലോ, ഏറെ പൊറുക്കുന്നവനാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുള്ളത് ഞങ്ങൾ എണ്ണിയെടുക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹാബിമാര് പറയുന്നു. ഒരു കറയും പുരളാത്ത ഹൃദയത്തിന്റെ ഉടമ ഒരു ദിവസം 100 തവണ ഒരു സദസ്സിലിരുന്ന് നീക്കുമ്പോഴേക്ക് പറയുന്നു, ഞാനും നിങ്ങളുമോ? നിസ്കാരത്തിന്റെ ശേഷം ഒരു അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ പറയാൻ പോലും ബിസിയായിട്ട് എഴുന്നേറ്റ് ഓടുകയാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നുണ്ടോ? പാപമോചനത്തിന് വേണ്ടി തേടുന്നുണ്ടോ? തൗബ ചെയ്യുന്നുണ്ടോ? നിരന്തരം നമ്മൾ അല്ലാഹുവിനോട് ഓരോ അവസരത്തിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, തൗബ അധികരിപ്പിക്കണം. ആ ചിന്ത ഉണ്ടാകണമെങ്കിൽ മരണബോധം വേണം. ഇന്നാണ് മരിച്ചാൽ മരിക്കാൻ ഒരുങ്ങാന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന് ഞാനാണ് മരിച്ചാൽ പോകാവുന്ന നിലക്ക് എന്റെ മനസ്സ് ശുദ്ധമാണോ? അല്ലല്ലോ റബ്ബേ. അപ്പൊ നിരന്തരം അല്ലാഹുവിനോട് പറയാ, ഒറ്റക്കിരുന്ന് കരയ, ഒറ്റക്കിരുന്ന് പറയാ, ആരും കാണണ്ട, ആരും അറിയണ്ട. അള്ളാഹുവിനോട് മനസ്സ് പൊട്ടി അങ്ങ് പറയുമ്പോ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. കണ്ടോ, പെട്ടെന്നുള്ള മരണങ്ങൾ, വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയവരല്ലേ ഇപ്പൊ നമ്മൾ ഈ കേട്ട മരിച്ചുപോയവരൊക്കെ. അവരൊക്കെ തിരിച്ചു ചെന്ന് ജീവിക്കണം എന്ന് വിചാരിച്ചു പോന്നവരല്ലേ. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ വിചാരിച്ചല്ലേ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. പക്ഷേ എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് എവിടെ വെച്ചും മരിക്കുന്നു എന്നതല്ല പ്രശ്നം, എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രശ്നം. ഖുർആൻ അതൊട്ട് പറഞ്ഞിട്ടുമില്ല, നിങ്ങൾ ഇന്ന സ്ഥലത്തെ മരിക്കാവൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുമില്ല. മറിച്ച് ഖുർആനിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത് കേട്ടോ. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ. അതിന് ഖുർആൻ നിർബന്ധമുണ്ട്. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല, എങ്ങനെ മരിക്കുന്നു എന്നതാണ്. കാഫിറായി മരിച്ചു പോകുന്നുവോ, ഏറ്റവും മോശപ്പെട്ട അന്ത്യം ലഭിക്കുന്നുവോ, അതോ മുഅ്മിനായി, മുസ്ലിമായി, മുവഹിദായി നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് മരിക്കാൻ സൗഭാഗ്യം കിട്ടുന്നുവോ? അല്ലാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ളവർ അന്ത്യം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരാ മഹാന്മാര് മുഴുവനും. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ഉദാഹരണം ഖുർആൻ പറയുന്നില്ലേ? മഹാനായ ഒരു പ്രവാചകനായിട്ട് പോലും അദ്ദേഹം പോലും നിർഭയനല്ല, എന്റെ മരണമൊക്കെ യഥാർത്ഥ മരണമായിരിക്കും എന്ന നിർഭയത്വമൊന്നും നബിയായിരുന്നിട്ട് പോലും യൂസുഫ് നബിക്കുണ്ടായിട്ടില്ല. അദ്ദേഹവും പ്രാർത്ഥിക്കുന്നത് എന്താണ്? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർത്ത് തരണേ അല്ലാഹ്. ഒരു നബിയാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അങ്ങനെ ഇന്ന് വരെ ആയിരുന്നോ? ഇന്ന് വരെ ദുആ ചെയ്തോ? അങ്ങനെ ഒരു ദുആ നമുക്കറിയാമോ? നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തോ? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ പറയുമ്പോ ഇത് ചിന്തിക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ ദിക്ർ പറയാറുണ്ടോ? പറഞ്ഞാൽ തന്നെ ഈ ചിന്ത വരുന്നുണ്ടോ? എന്താ നമ്മുടെ സ്ഥിതി? എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? ഇതാണ് നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പൊ മരണചിന്ത ഒരാളിൽ അധികരിച്ചു കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം, അയാൾ ഉടനെ തൗബ ചെയ്യുന്നു. രണ്ടാമത്തെ ഗുണം എന്താണ്? വഖനാഅത്തുൽ ഖൽബി, അയാളുടെ മനസ്സിന് വല്ലാത്തൊരു തൃപ്തിയാണ്. കണ്ടോ, മനോരോഗം ഉണ്ടാവില്ല, ആ മനസ്സിന് സമാധാനമാണ്. അതെങ്ങനെയാ ഈ മരണചിന്ത ഉണ്ടാകുമ്പോ മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവല്? ജീവിതത്തിൽ എത്ര കിട്ടിയാലും കിട്ടിയിട്ടില്ലെന്നാണ് മനുഷ്യന്റെ തോന്നൽ. ആ തോന്നൽ മരണചിന്തയുള്ളവൻ ഉണ്ടാകില്ല. എനിക്കെത്ര ഉണ്ടായില്ല, എന്താ കാര്യം? മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകാനില്ലല്ലോ.
അപ്പൊ എനിക്ക് കഴിവിന്റെ പരമാവധി എന്താണോ അള്ളാഹ് നിർദ്ദേശിച്ചത് അത് ഞാൻ അധ്വാനിക്കുക. എനിക്ക് എത്രയാണോ നാഥൻ വിധിച്ചത് അതാണ് എനിക്ക് വിധിച്ചത്, അതിൽ ഞാൻ തൃപ്തിപ്പെടുക. മറിച്ച് മനുഷ്യന്റെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലതമന്നാ അൻ യകൂന ലഹു സാലിസുൻ വലാ യംലഉ ജൗഫ ബിന ആദം ഇല്ല തുറാബ്. ഒരു മനുഷ്യന് സ്വർണത്തിന്റെ 2 താഴ്വരകൾ ഉണ്ടായാലും, ഒരാൾക്ക് സ്വർണത്തിന്റെ 2 താഴ്വരകൾ ഒരാൾക്കുണ്ടെങ്കിലും ലതമന്നാ, ആ മനുഷ്യനും കൊതിച്ചു പോകും, അൻ യകൂന ലഹു സാലിസുൻ, മൂന്നാമത്തൊരു താഴ്വര കൂടി കിട്ടിയെങ്കിൽ. ഈ പൂതിയും ഈ മോഹവുമൊന്നും തീരില്ല. ഏതുവരെ? ലാ യംലഉ ജൗഫ ബിന ആദം, മനുഷ്യന്റെ ഈ ആർത്തി അവന്റെ ഉള്ളു നിറക്കുകയില്ല. ഇല്ല തുറാബ്, മണ്ണല്ലാതെ. മണ്ണിൽ വെച്ച് ഖബറിൽ മണ്ണായി പോകുവോളം ഈ മോഹം മനുഷ്യരിൽ ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്. പക്ഷേ യഥാർത്ഥമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് കൊണ്ട് അവനൊരു തൃപ്തി ഉണ്ടാകും. അള്ളാഹ് എനിക്ക് എത്രയാണോ കണക്കാക്കിയത് അതിലൊരു സന്തോഷം, അതിലൊരു മനസ്സമാധാനം. മറിച്ച് ഒരുപാടുണ്ട്, സമാധാനമില്ല, അവരൊരിക്കലും ഉറങ്ങാൻ കഴിയൂല, അവന് സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് കിട്ടും ഖൽബിന് എപ്പോൾ മരണചിന്തയുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഗുണം അതാ പണ്ഡിതന്മാര് പറയുന്നു, മരണചിന്ത നിനക്കുണ്ടെങ്കിൽ ഇതാ മൂന്നാമതൊരു ഗുണം കൂടി വരാനുണ്ട്. അത് വനശാത്തുൽ ഇബാദത്തി, ഇബാദത്ത് ചെയ്യാൻ നിനക്ക് വല്ലാത്ത ഉന്മേഷം തോന്നും. അത് വളരെ പ്രധാനമാണ്. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരത്തെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊരു മടിയാണ്. ഇനിയിപ്പോൾ അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. നിസ്കരിക്കാൻ പോകാൻ താല്പര്യമില്ല, നമസ്കാരത്തിന് ബാങ്ക് കേട്ടാൽ തന്നെ പോകാൻ താല്പര്യമില്ല, ജമാഅത്തിന് പോകാൻ ഒട്ടും താല്പര്യമില്ല, സുബഹിക്കതാ ബാങ്ക് കേട്ടാലും പോകാൻ താല്പര്യമില്ല. കാരണം എന്താണ്? മനസ്സിൽ നിഫാഖാണ്. മനസ്സിൽ നിഫാഖ് കേടിയിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ ഒരു സ്വഭാവം പറയുന്നുണ്ട്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കാരത്തിനവര് പോയി നിന്നാൽ തന്നെയും മടിയന്മാരായിട്ടല്ലാതെ അവർ നമസ്കരിക്കില്ല. ഭയങ്കര മടിയായിരിക്കും. ഇതൊന്നും കഴിഞ്ഞിട്ടാ മതിയായിരുന്നു. കോട്ടവായിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മനസ്സ് പലയിടത്തുമായിട്ട് ഒരിടങ്ങേറിൽ എന്തോ ഒരു ചടങ്ങ് നിർവഹിക്കും പോലെ ഇരിക്കും മുനാഫിഖിന്റെ നമസ്കാരം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. പലപ്പോഴും നമ്മളെ നിസ്കാരമൊക്കെ അങ്ങനെയായി പോവുകയാണ്. ഇനി നിസ്കരിക്കാനാണ് നിന്നാൽ തന്നെയും അതാ കൈകെട്ടുന്നതും കാണാം, സലാം വീട്ടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാ മതി. അത്ര പെട്ടെന്നാണ് അവന്റെ നിസ്കാരം. അള്ളാനെ ഒന്ന് സമാധാനത്തോടെ ഓർക്കാൻ അവന് നേരമില്ല, റുകൂഴ് ചെയ്യാൻ അവന് നേരമില്ല, സുജൂദിലൊന്ന് അമർന്ന് കിടക്കാൻ അവന് നേരമില്ല. അപ്പോഴേക്കും അവന് തിരക്കവന്റെ മനസ്സിൽ ഇങ്ങനെ ഇബ്ലീസ് തോന്നിപ്പിച്ചു പോയി. അതാണ് ഖുർആൻ അടുത്തത് പറയുന്നത്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ നേരമല്ലാതെ മുനാഫിഖ് നിസ്കാരത്തിൽ അള്ളാനെ ഓർക്കുകയില്ല. പെട്ടെന്ന് കഴിയും. എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. കോഴി കൊത്തും പോലെയുള്ള സുജൂദും നിസ്കാരവും പെട്ടെന്ന് കഴിയുന്നു. എത്ര പെട്ടെന്നാണ്! അവൻ അള്ളാന്റെ മുമ്പിൽ ഒന്ന് ശരിക്കൊന്ന് ഓതാൻ കഴിയുന്നില്ല, ശരിക്കൊന്ന് റുക്കൂയിൽ അവൻ ദിക്ർ ചൊല്ലുന്നില്ല, ശരിക്കൊന്ന് സുജൂദിൽ അവൻ പ്രാർത്ഥിക്കുന്നില്ല. കൃത്യമായിട്ടൊരടക്കവും ഒതുക്കവും ഇല്ലാത്ത പെട്ടെന്ന് കഴിച്ചു കൂട്ടുന്ന നിസ്കാരമാണ്. എന്താ കാരണം? മരിക്കണമെന്ന ബോധമില്ല. മരണചിന്തയുണ്ടെങ്കിൽ ഇബാദത്തിനൊരു ഉന്മേഷമുണ്ടാകും. അതാ രാത്രിയിൽ നിസ്കരിക്കണമെന്ന് തോന്നും, സുന്നത്ത് നോമ്പെടുക്കണമെന്ന് തോന്നും, ഖുർആൻ എടുത്തോതണമെന്ന് തോന്നും, നല്ല നല്ല സദസ്സുകളിൽ വരണം എന്ന് തോന്നും, നല്ലത് മാത്രം കാണണം എന്ന് തോന്നും, നല്ലത് മാത്രം കേൾക്കണം എന്ന് തോന്നും, നല്ല നല്ല കാര്യങ്ങളിലേക്ക് മാത്രം പണം ചെലവഴിക്കണം എന്ന് തോന്നും. അതല്ലെങ്കിലോ അവന് യാതൊരു നിലക്കും ഉന്മേഷമില്ലാതെ അവന് ഏറ്റവും വലിയ മടിയനായി മാറുന്നു. അതാണ് പിന്നീട് പണ്ഡിതന്മാർ പറയുന്നത്, മരണം ഒരാൾ മറന്നു കളഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ട് അവന് ശിക്ഷിക്കപ്പെടുകയാണ്. ഒന്നെന്താണ്? തസ്വീഫു തൗബ, തൗബ അവൻ ചെയ്യില്ല. അത് സൗഫ പിന്നെയാവാം എന്ന നിലക്ക് അവൻ തൗബ നീട്ടിയിടും. ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരു തൃപ്തി അവൻ ഉണ്ടാവില്ല. മനസ്സിലെപ്പോഴും ടെൻഷനാണ്, പോരാ എന്ന ചിന്തയാണ്. മൂന്നാമതോ ഇബാദത്തിൽ അവൻ മടിയനാണ്. ഒരു ഇബാദത്തിനും ഉന്മേഷമല്ല. ഖുർആനൊക്കെ എടുത്തുകൊണ്ട് ഓതാൻ ഒരുങ്ങിയ കുറച്ചാണ് ഓതുമ്പോഴേക്ക് തന്നെ ഉറക്കം വന്നു. നല്ലൊരു സദസ്സിൽ വന്ന് ഇരുന്നാൽ മതി, കുറച്ച് കേൾക്കുമ്പോഴേക്ക് തന്നെ മയങ്ങിപ്പോയി.
താല്പര്യമില്ല. അതേ അവസരത്തിൽ അവൻ ന്യൂസ് കേൾക്കാനിരിക്കുകയാണ്. അതാ ചിത്രങ്ങൾ മിന്നി മറയുകയാണ്. ഉടുത്തവളും ഉടുക്കാത്തവളും രംഗത്ത് വന്ന് ആടിത്തിമർക്കുകയാണ്. കാണുമ്പോൾ എന്തൊരാനന്ദമാണ്. രാത്രി 2 മണി വരെ 3 മണി വരെ ഇരുന്നാലും മടുപ്പ് തോന്നുന്നില്ലല്ലോ. എന്തേ കാരണം? ഇബ്ലീസ് അവനിൽ അടക്കി ഭരണം നടത്തുകയാണ്. അങ്ങനെ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ മനുഷ്യൻ ഓർക്കണ്ടേ, ഞാനാണ് മരിച്ചു പോയാലോ ഈ നേരത്ത്? അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു സംഗതി ചെയ്തുകൊണ്ടേ എത്രയോ ആളുകൾ കണ്ടിട്ടില്ലേ? പത്രത്തിൽ നമ്മൾ വായിക്കുന്നു, മാപ്പിള പേരുള്ള ഈ ഹൈറൂമ്മത്തിലെ മെമ്പർമാര് ബാറിൽ കുഴഞ്ഞു വീണ് ഹാജിയാര് മരിച്ചു എന്നുള്ള വാർത്ത പത്രത്തിൽ കേൾക്കുന്നു, പത്രത്തിൽ വായിക്കുന്നു. ബാറിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ തന്നെ പൂരം കാണാൻ പോകുമ്പോ മോട്ടോർ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. കരിമരുന്ന് പൊട്ടിക്കുന്നതിന് ഇടക്ക് മരിച്ചുപോയി. അങ്ങനെ പലരും പല രൂപത്തിലുള്ള ഏറ്റവും വലിയ സൂൽ ഖാത്തിമത്ത്, മോശപ്പെട്ട മരണം മരിക്കുന്നില്ലേ? അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം, ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ അല്ലാഹ്. നല്ല മരണമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെന്ത് വേണം? അതിന് വേണ്ട ഒരുക്കം വേണം. അതിനുവേണ്ട ഒരുക്കം വേണം. അത് മനുഷ്യരിൽ ഉണ്ടാക്കാൻ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ മരണചിന്ത മറന്നു പോകുമ്പോ ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ചില കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സിയാറത്തുൽ ഖുബൂർ. ഖബറുകൾ ഇടയ്ക്കിടെ പോയി സന്ദർശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിക്കുവീൻ. ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കണം. കാരണം നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കും, മരണചിന്തയുണ്ടാക്കും. നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ അതാ ബോർഡുകൾ കാണുന്നു. ചിലയിടത്തൊക്കെ എത്തുമ്പോ ഗ്രേവ് യാർഡ് എന്ന് ഇംഗ്ലീഷിലും മക്ബറ എന്ന് അറബിയിലും കാണുമ്പോ സൗകര്യമുള്ള നേരമാണെങ്കിൽ 5 മിനിറ്റ് വണ്ടി ഒന്നൊരു ഭാഗത്തേക്ക് സൈഡാക്കി ഒതുക്കിയിട്ട് അതാ 100 കണക്കിന് ആളുകളെ മറമാടിയിട്ടുള്ള ആ മക്ബറയൊന്ന് പോയി കാണാൻ, അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിച്ചാൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണത്. ഖബറുകൾ ഇടക്ക് കാണണം. അതെന്തിനാ? എനിക്കും കിടക്കണമല്ലോ, മരിക്കണമല്ലോ എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണേ. കാരണം എന്താ? ആരാണ് ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ? എന്താണതിലുള്ളത്? മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്, മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഖബർ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തയാണ് വരേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ നിയന്ത്രണം വിട്ട് കരയാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ആ ജനാസകളുടെ പിന്നാലെ പോകലും ജനാസ നമസ്കരിക്കലും ജനാസ ഖബറടക്കുന്നത് വരെ ആ ജനാസയുടെ കൂടെ തന്നെ കഴിയലുമൊക്കെ ഏറ്റവും പുണ്യകർമ്മമായി ഇസ്ലാം നിശ്ചയിച്ചതും എന്തുകൊണ്ടാണെന്നോ, നമുക്കതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ കഴിയുന്നു. അതിന് നമ്മൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോ പാഴാക്കരുത്. ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, ജനാസ കുളിപ്പിക്കാൻ, ജനാസ കഫൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ജനാസയുടെ കൂടെ പോകാൻ, ജനാസ ഖബറടക്കുന്ന നേരത്തെ അതിൽ സാക്ഷിയാവാൻ, അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും ഖബർ കാണുമ്പോ. അതുപോലെ തന്നെ ആ മരണാസന്നനായ രോഗിയെ കാണുമ്പോ, രോഗികളെ സന്ദർശിക്കുമ്പോ, നമുക്ക് രോഗം വരുമ്പോ, ശരീരത്തിൽ അവിടെവിടെയായി ജരാനരകൾ ബാധിക്കുമ്പോ, ഇതൊക്കെ മുന്നറിയിപ്പാണ്. സമയമടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പുകളും നമ്മളോട് പറയുന്നു, ദഖാത്തു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. എന്റെയും നിങ്ങളുടെയും ഹൃദയം ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ മിടിപ്പും എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുകയാണ്, ജീവിതം എന്ന് പറയുന്നത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ് കേട്ടോ, അതിതാ നിന്റേത് തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം എന്നാണ്. ഇതുണ്ടാകാനാണ് നമ്മളോട് പറയുന്നത്. ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നത്.
അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ലത് ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ നിലക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ട ആശ തോന്നുന്നത്. അപ്പോഴാണ് നമുക്ക് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവാൻ കഴിയുന്നത്. ആ ഒരു ചിന്ത എപ്പോഴൊക്കെ ഉണ്ടാകണം? ഒരു ഹറാം ചെയ്യാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമ്പോ മരിക്കണമല്ലോ അല്ലാ, അതാണ് ചിന്ത. ആ മരിക്കണമല്ലോ അല്ലാന്ന് ചിന്തിച്ചാൽ ആ ഹറാം കാണില്ല, ആ ഹറാം അവൻ കേൾക്കില്ല, ആ ഹറാം അവൻ പറയില്ല, ആ വേദിയിൽ അവൻ പങ്കെടുക്കില്ല, അങ്ങോട്ടവൻ പണം കൊടുക്കില്ല, അതിലവൻ ഭാഗമാക്കാവുകയില്ല. അതേ അവസരത്തിൽ അതാ സുബഹിക്ക് ബാങ്ക് കേൾക്കുന്നു, അതല്ലെങ്കിൽ പ്രഭാതത്തിന്റെ മുമ്പ് അതാ ഉണർന്നിരിക്കുന്നു. മരിക്കണമല്ലോ എന്ന ചിന്ത വരുമ്പോ ഉടനെ എഴുന്നേൽക്കും, അതാ ഉളൂ ചെയ്യുന്നു, പോയിട്ടതാ 2 റക്അത്തെങ്കിലും ഒന്ന് തഹജ്ജുദ് നമസ്കരിക്കട്ടെ, കുടുംബത്തെയും വിളിച്ചുണർത്തട്ടെ. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു താല്പര്യം വരുന്നു. ഈ നിലക്കുള്ള ഒരു നശാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ സഹോദരന്മാരെ എന്ത് വേണം? യഥാർത്ഥമായ നിലയ്ക്ക് ഈ ദിക്റുൽ മൗത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. അതെപ്പോഴും ഉണ്ടാകണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ ഉണ്ടാവില്ല. അള്ളാനെ പറ്റിയുള്ള ചിന്ത അത് വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ പഠിക്കുന്നതിലൂടെ, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അത് നമുക്കുണ്ടാവുക, നമ്മുടെ കുടുംബത്തോട് പറയുക, മക്കളോട് പറയുക. അങ്ങനെ മരിക്കണം എന്ന ചിന്ത യഥാർത്ഥമായ നിലക്കുണ്ടാക്കി സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന നിലക്ക് ദുഷ്കർമ്മങ്ങൾ നമ്മുടെയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും എടുത്തു മാറ്റാൻ ഉതകുന്ന നിലക്കുള്ള മരണചിന്തയുണ്ടാകണം. അല്ലാത്ത മരണചിന്ത എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് കാപട്യമാണ്, പ്രഹസനമാണ്. നമ്മെ ശുദ്ധീകരിക്കാൻ ഉതകുന്ന ദിക്റുൽ മൗത്ത് മരണചിന്തയാണ് വേണ്ടത്. അതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഈമാനോടുകൂടിയുള്ള അന്ത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. സർവശക്തനായ നാഥൻ യഥാർത്ഥ വിശ്വാസികളായി തന്നെ നമ്മെ ഓരോരുത്തരെയും മരിപ്പിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് നല്ലവരുടെ കൂടെ നാളെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും അള്ളാഹു നമുക്ക് ഏവർക്കും ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാഥൻ തുണയാകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.